നമസ്കാരം. രാജ്യം ഉറ്റുനോക്കിയ ഉന്നാവ കേസിലെ പ്രതി കുൽദീപ് സിംഗ് സെൻകാറിന് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച കനത്ത തിരിച്ചടിയുടെ വാർത്തയുമായാണ് ഇന്നത്തെ പ്രൈം ടൈം അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക ലോകത്തിന് അഭിമാനമായി ഡോക്ടർ എം ലീലാവതിക്ക് പ്രിയദർശിനി പുരസ്കാരം സമ്മാനിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കൂടെ ലഹരിക്കെതിരെ തൃക്കാക്കരയിൽ ഉയരുന്ന നോ എൻട്രി ജനകീയ പ്രതിരോധവും ഇന്നത്തെ പ്രധാന വിശേഷങ്ങളാണ്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. കുൽദീപ് സെൻകാറിന് ജാമ്യമില്ല, ഹർജി തള്ളി ഡൽഹി ഹൈക്കോടതി. ഡോക്ടർ എം ലീലാവതിക്ക് പ്രിയദർശിനി പുരസ്കാരം സമ്മാനിച്ച് രാഹുൽ ഗാന്ധി. ലഹരിയോട് വേണ്ട എന്ന് പറയാൻ അജു വർഗീസ് എത്തും. തൃക്കാക്കരയിൽ നാളെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. ജസ്റ്റിസ് എ ലക്ഷ്മിക്കുട്ടി അന്തരിച്ചു. മ്യൂസിയം മുറുക്കിന് രണ്ടാം ഭാഗം വരുന്നു. പ്രഖ്യാപനം മലേഷ്യയിലെ സംഗീത നിഷേധം. വാർത്തകൾ വിശദമായി. ഉന്നാവ് അതിജീവിതയുടെ പിതാവിന്റെ കസ്റ്റഡി മരണക്കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ BJP MLA കുൽദീപ് സിംഗ് സെൻകാറിന് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് കടുത്ത തിരിച്ചടി. ഉന്നാവ് കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന മുൻ MLA കുൽദീപ് സിംഗ് സെൻകാറിന്റെ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോൾ വീണ്ടും തിരിച്ചടി നേരിട്ടു എന്നാണ് പറയാൻ കഴിയുക. അതിജീവിതയുടെ പിതാവിന്റെ കസ്റ്റഡി മരണക്കേസിൽ തനിക്ക് ലഭിച്ച 10 വർഷത്തെ തടവ് ശിക്ഷ മരവിപ്പിക്കണമെന്നും ജാമ്യം അനുവദിക്കണമെന്നുമുള്ള സെൻകാറിന്റെ ഹർജിയാണ് ജസ്റ്റിസ് രവീന്ദ്ര ദുഡേജയുടെ ബെഞ്ച് തള്ളിയത്. ശിക്ഷയുടെ പകുതിയോളം താൻ അനുഭവിച്ചു കഴിഞ്ഞെന്നും അതിനാൽ ജാമ്യത്തിന് അർഹതയുണ്ടെന്നുമായിരുന്നു സെൻകാറിന്റെ വാദം. എന്നാൽ ഈ വാദങ്ങൾ തള്ളിയ കോടതി കേസിൽ ഫെബ്രുവരി 3 വിശദമായ വാദം കേൾക്കുമെന്ന് വ്യക്തമാക്കി. നേരത്തെ ബലാത്സംഗ കേസിൽ സെൻകാറിന് ലഭിച്ച ഇടക്കാല ജാമ്യം സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. MLA പൊതുസേവകനാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുന്നതുവരെ ശിക്ഷ മരവിപ്പിക്കാനാകില്ലെന്ന് നിരീക്ഷിച്ചാണ് സുപ്രീം കോടതി ഇടപെട്ടത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കസ്റ്റഡി മരണ കേസിലും കോടതിയിൽ നിന്ന് സെൻകാറിന് പ്രഹരമേറ്റിരിക്കുന്നത്. അതിജീവിതയുടെ കുടുംബം നേരിടുന്ന സുരക്ഷാ ഭീഷണിയും കുറ്റകൃത്യത്തിന്റെ ഗൗരവവും കണക്കിലെടുത്താണ് കോടതിയുടെ ഈ നിർണായകമായ ഉത്തരവ്. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരി ഡോക്ടർ എം ലീലാവതിക്ക് ആദരമായി പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം സമ്മാനിച്ചു കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് പുരസ്കാരം കൈമാറിയത്. ഡോക്ടർ ലീലാവതി കേരളത്തിന് മാത്രമല്ല ഭാരതത്തിന് ആകെ അഭിമാനമാണെന്ന് രാഹുൽ ഗാന്ധി ചടങ്ങിൽ പറഞ്ഞു. ഇന്ത്യ രാഹുൽ ഗാന്ധിയുടെ കൈകളിൽ സുരക്ഷിതമാണെന്നും രാഹുലും പ്രിയങ്കയും രാജ്യത്തിന്റെ അഭിമാനമാണെന്നും മറുപടി പ്രസംഗത്തിൽ ലീലാവതി ടീച്ചർ വ്യക്തമാക്കി. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരിയും നിരൂപകയുമായ ഡോക്ടർ എം ലീലാവതിക്ക് KPCCയുടെ പ്രിയദർശിനി സാഹിത്യ പുരസ്കാരം സമ്മാനിച്ചു. കൊച്ചി തൃക്കാക്കരയിലെ ലീലാവതി ടീച്ചറുടെ വസതിയിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് പുരസ്കാരം കൈമാറിയത്. വർഷങ്ങൾക്ക് മുൻപ് ഇന്ദിരാഗാന്ധിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയ തനിക്ക് അവരുടെ കൊച്ചുമകനിൽ നിന്ന് തന്നെ ഇത്തരമൊരു ബഹുമതി ലഭിച്ചത് നിയോഗമാണെന്ന് ലീലാവതി ടീച്ചർ ചടങ്ങിൽ വൈകാരികമായി പ്രതികരിച്ചു. 98-ാം വയസ്സിലും അറിവിന്റെ ലോകത്ത് സജീവമായി തുടരുന്ന ലീലാവതി ടീച്ചർ വരും തലമുറയ്ക്ക് വലിയൊരു ഊർജമാണെന്ന് പുരസ്കാരം സമർപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു. ചടങ്ങിൽ വെച്ച് തന്നെ പുരസ്കാര തുകയായ 1 ലക്ഷം രൂപ ലീലാവതി ടീച്ചർ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് കൈമാറുകയും ചെയ്തു. KC വേണുഗോപാൽ, VD സതീശൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങ് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ അവിസ്മരണീയമായ നിമിഷമായി മാറി. കൊച്ചിയിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തമാകുന്നു. തൃക്കാക്കര നഗരസഭയും ഹൈബി ഈഡൻ MPയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നാളെ നടക്കും. നോ എൻട്രി, ലഹരിയോട് പറയൂ വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. മുഖ്യാതിഥിയായി മലയാള ചലച്ചിത്ര നടൻ അജു വർഗീസ് പങ്കെടുക്കും. ലഹരി വിപത്തിനെതിരെ തൃക്കാക്കര നഗരസഭയും ഹൈബീഡൻ MPയും സംയുക്തമായി നടത്തുന്ന നോ എൻട്രി ക്യാമ്പയിൻ നാളെ രാവിലെ 10-ന് കാക്കനാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. നോ എൻട്രി എന്ന ലഹരിക്കെതിരെയുള്ള ക്യാമ്പസുകളിലെ നമ്മുടെ പോരാട്ടം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എറണാകുളം പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിലും കലാലയങ്ങളിലും ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടു കൂടി വേണ്ടയുമായി കൈകോർത്ത് നമ്മൾ നടത്തുന്ന ഈ പദ്ധതി അത് തൃക്കാക്കര നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലേക്കും വ്യാപിപ്പിക്കുകയാണ്. നമ്മുടെ തൃക്കാക്കര മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ തൃക്കാക്കര നഗരസഭയുമായി ചേർന്ന് നടത്തുന്ന ഈ പദ്ധതി 20-ാം തീയതി രാവിലെ 10 മണിക്ക് തൃക്കാക്കര മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുകയാണ്. തൃക്കാക്കര നിയോജകമണ്ഡലത്തിലെ വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളോടൊപ്പം വേണ്ട എന്ന പ്രോജക്റ്റിൻ്റെ ഫൗണ്ടേഷനുമായി ചേർന്ന് നടത്തുന്ന
ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പ്രശസ്ത ചലച്ചിത്ര താരം അജു വർഗീസും നമ്മളോടൊപ്പം ചേരുകയാണ്. ഒരു പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നർക്കോട്ടിക് സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ എൻഫോഴ്സ്മെന്റും നടത്തുന്നതിനോടൊപ്പം തന്നെ അതിശക്തമായ ബോധവൽക്കരണം നമ്മുടെ പുതിയ തലമുറയുടെ ഇടയിൽ നടത്തേണ്ടതുണ്ട്. തൃക്കാക്കര നഗരസഭയും ജെയിൻ യൂണിവേഴ്സിറ്റിയും വേണ്ട പ്രോജക്റ്റുമായി ചേർന്ന് നടത്തുന്ന ഈ പരിപാടിയിലേക്ക് 20-ാം തീയതി നിങ്ങളും എത്തിച്ചേരണമെന്ന് വിനയപരിശ്രമം അഭ്യർത്ഥിക്കുക. ലഹരിയോട് പറയൂ വേണ്ട എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന പരിപാടിയിൽ ജനപ്രിയ നായകൻ അജു വർഗീസും ജനപ്രതിനിധികളും രാഷ്ട്രീയ പോഷക സംഘടനാ ഭാരവാഹികളും പങ്കെടുക്കുമെന്നാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റാഷിദ് ഉളമ്പള്ളി അറിയിച്ചത്. നാടിന്റെ സുരക്ഷ ലക്ഷ്യമിട്ടുള്ള ഈ മുന്നേറ്റത്തിന്റെ കൂടുതൽ വിവരങ്ങളും വാർത്തകളും ഗ്ലോബൽ ടെലിവിഷൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എ ലക്ഷ്മിക്കുട്ടി അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരിക്കുകയായിരുന്നു അന്ത്യം. കേരളത്തിന്റെ നീതിന്യായ രംഗത്ത് ശ്രദ്ധേയമായ നിരവധി വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ച വ്യക്തിത്വമായിരുന്നു ലക്ഷ്മി. കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നിയമപ്രതിഭയായിരുന്നു ജസ്റ്റിസ് എ ലക്ഷ്മിക്കുട്ടി. ഹൈക്കോടതി ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് വിരമിച്ച ശേഷം മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി പ്രവർത്തിച്ച കാലയളവിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കായി അവർ നടത്തിയ ഇടപെടലുകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. മനുഷ്യാവകാശ സംരക്ഷണത്തിനായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന അവർക്ക് നിയമരംഗത്തെ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. സംസ്കാരം പിന്നീട് ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. തമിഴ് സിനിമയിലെ യുവതരംഗം ഹിപ് ഹോപ്പ് തമിഴ് ആദി ആരാധകർക്കായി ഒരു വലിയ സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവായ മീശയെ മുറുക്ക് എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗം വരുന്നു. മലേഷ്യയിൽ നടന്ന വമ്പൻ സംഗീത പരിപാടിക്കിടെയാണ് ആദി ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. തമിഴ് സിനിമയിലെ യുവതലമുറയുടെ ഹരമായ ഹിപ് ഹോപ്പ് തമിഴ് ആദി വീണ്ടും സംവിധായകന്റെ തൊപ്പിയണിയുന്നു. 2017 പുറത്തിറങ്ങിയ തെന്നിന്ത്യയിലാകെ തരംഗമാക്കിയ മീശയെ മുറുക്ക് എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. മലേഷ്യയിൽ നടന്ന തത്സമയ സംഗീത നിശയ്ക്കിടെയായിരുന്നു താരം ഈ സർപ്രൈസ് പ്രഖ്യാപനം നടത്തിയത്. ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സ്വതന്ത്ര സംഗീതജ്ഞനായി മാറുന്നതും അതിനിടയിലെ സൗഹൃദവും പ്രണയവും പ്രമേയമാക്കിയ ആദ്യ ഭാഗം ആദിയുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. മീശയെ മുറുക്ക് 2ഉം യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി തന്നെയായിരിക്കും ഒരുങ്ങുന്നത്. സിനിമയുടെ ഇതിവൃത്തം സൗഹൃദത്തിനും ലക്ഷ്യബോധത്തിനും പ്രാധാന്യം നൽകുന്ന ഒന്നായിരിക്കുമെന്ന് അണിയറ പ്രവർത്തകർ സൂചിപ്പിച്ചു. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രൈം ടൈം അപ്ഡേറ്റ്സ് ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് നടന്ന മുഴുവൻ വാർത്തകളും ഒറ്റനോട്ടത്തിൽ ന്യൂസ് 360 അറിയാം.